അപ്പുക്കുട്ടൻ എവിടെ? അപ്പുക്കുട്ടൻ എവിടെന്നാ ചോദിച്ചത്? നിങ്ങൾ അവനെ എന്താ ചെയ്തത്? എന്താ ചെയ്തതെന്ന് കാണണോ? നിനക്ക് കാണണോടാ? അപ്പുക്കുട്ടന് നമ്മൾ എന്താ ചെയ്തതെന്ന് ഇവനൊന്ന് കാണിച്ചു. എനിക്കറിയാം, ഞാൻ പറയാം, എനിക്കെല്ലാം അറിയാം, ഞാൻ പറയാം, ഞാനെല്ലാം പറയാം. അവരെ കൊല്ലരുത്, ഞാൻ പറയാം. ഞങ്ങൾക്കറിയാതെ പറഞ്ഞില്ലേ? അവരെ പുറത്തെടുക്കുക, അവരെ പുറത്തെടുക്കണ പന്നി. അവൻ ചത്തുകൂടാ. ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും പറയൂല, ചത്താലും പറയൂല. അപ്പുക്കുട്ടൻ എവിടെ? അതിനു മുമ്പ് ആ പെട്ടി എവിടെ ഉണ്ടെന്ന് പറ. അതിന് തന്നെയാ ചോദിക്കുന്നത്. അപ്പുക്കുട്ടൻ എവിടെയെന്ന്? അവന്റെ കയ്യിലാ പെട്ടി. ആദ്യം അവനെ കൊണ്ടുവാ. മാധവ, എന്റെ പല്ല്. ഒച്ച വെക്കണ്ട. ഇനി നമ്മളെ രക്ഷിക്കാൻ ഇവിടെ ആരും വരില്ല. അതുകൊണ്ട് നമുക്കതങ്ങ് തിരിച്ചു കൊടുത്തേക്കടാ. അതങ്ങോട്ട് തിരിച്ചു കൊടുത്തേക്കാൻ. ഏത്? സേതു നിന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ലേ ആ പെട്ടി? എന്റെ കയ്യിലോ? എപ്പോ? എടാ, ഇനിയും നിന്റെ അഭിനയൊക്കെ മതി. വല്ലവന്റെ ഒരു പെട്ടിക്ക് വേണ്ടി ജീവൻ കളയാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. മര്യാദക്ക് അതങ്ങോട്ട് കൊടുക്കാൻ. എന്റെ ദൈവമേ, ഗോവിന്ദൻകുട്ടി, ഇവൻ എന്തൊക്കെയായി പറയുന്നേ? കണ്ണിറക്കി കാണിക്കുന്നോ? എന്താടാ കാര്യം? അപ്പുക്കുട്ടാ, നീ പറയണ്ടാ. ഗോവിന്ദൻകുട്ടി, നീ ചുമ്മാ പണിയരുത്. അവനെ കൊണ്ട് ഞാൻ പറയിക്കാൻ നോക്കുമ്പോ നീ ഒരുമാതിരി വേഷം കെട്ടെടുക്കുന്നു. എടാ അപ്പുക്കുട്ടാ, നീ ഒന്ന് പറഞ്ഞ് തൊലക്കടാ. നീ പറയണ്ട അപ്പുക്കുട്ടാ. ഇന്നോടല്ലേ പറഞ്ഞത്? നീ പറയിപ്പിക്കല്ലേ? തോമസ് കുട്ടി, എന്താടാ ഇതൊക്കെ? പറയടാ തെണ്ടി, അത് എവിടെ ഇരിപ്പുണ്ടെന്ന്. ഏത്? രക്ഷപ്പെടാൻ നീ സമ്മതിക്കില്ലല്ലേടാ. ആക്ടിങ് ആണില്ലേ? അയ്യോ, വെട്ടിക്കൊടുക്കാൻ ഞാൻ സമ്മതിക്കണോടാ. ഞാൻ പറയില്ല പട്ടി. അപ്പുക്കുട്ടാ, ഓടിക്കോ, ഓടിക്കോ. മാധവ നിക്കടാ. മാധവ നിക്കണ്ടടാ, ഓടിക്കോ. തോമസ് കുട്ടി, ഓടി വാടാ. മാധവ തോമസ് കുട്ടി, വാ, വേഗം വാടാ. എന്റെ അമ്മോ, ലവന്മാരല്ലേ ഇത്? അണ്ണാ,
ദേവന്മാര് പിടിച്ചോ. തോമസ് കുട്ടി വിട്ടോടാ. വിടരുത്, നിക്കടാ. വേഗം വേഗം വാ. വാടാ. അതാരാണ്? അവരുടെ ആൾക്കാരാ. അവന്മാർ ആളെ വിളിച്ചോണ്ടാ വന്നിരിക്കുന്നത്. പിടിച്ചോ. നിങ്ങൾ മൂന്നുപേരും കൂടി ഒന്ന് പുറത്തിറങ്ങി നോക്കിട്ട് വാ. ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. ശെടാ, എല്ലാരും ഒന്ന് എഴുന്നേറ്റ് വന്നേ. എന്തിനാ പേടിക്കുന്നത്? നമ്മൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ചെയ്തിട്ടില്ലേ? ആ പെണ്ണിന്റെ ചേട്ടന്റെ കൂട്ടുകാരാണെന്ന് ലോകം മുഴുവൻ പറഞ്ഞു നടന്നിട്ടില്ലേ? അതുപോലെ ഞാൻ അന്നേ പറഞ്ഞത് ആ പെണ്ണിന്റെ പുറകെ നടക്കണ്ടെന്ന്. ഇപ്പൊ എന്തായി? ഒന്നുകിൽ ആ ഹോനായി, ഇല്ലെങ്കിൽ ആ മറ്റവനും അവന്റെ കൂട്ടുകാരും. രണ്ടിൽ ആരെങ്കിലും ഒരാൾ നമ്മളെ തട്ടും. അത് ഉറപ്പാ. നോക്കിക്കോ. നമുക്ക് പോലീസിനെ അറിയിച്ചാലോ? എന്നിട്ട് വേണം അവരുടെ ഇടിയും കൂടെ കൊള്ളാൻ. മഹാദേവ, നമുക്കിനി ആരെയും കാണണ്ട. ഇവിടുന്ന് എവിടെയെങ്കിലും പോകാം. എങ്ങോട്ട് പോകാൻ? ഏത് നരയത്തിലാണെങ്കിലും ശരി. ഈ നാട്ടിൽ നിന്ന് കുറച്ചാൾ മാറി നിൽക്കാം. നമ്മളൊരു സാഹചര്യത്തിൽ ഒരു ചെറിയ നുണ പറഞ്ഞു പോയി. ശരിയാ എന്ന് വിചാരിച്ച് ഒളിച്ചോടണ. നിങ്ങൾ അവരോട് തുറന്നു പറഞ്ഞ പ്രശ്നങ്ങൾ തീർന്നെങ്കിലോ? അതെ, അതാ അതിന്റെ ബുദ്ധി. മഹാദേവ, നമുക്ക് എല്ലാം അവളോട് തുറന്നു പറയാം. നിങ്ങൾ വാ. ഇതെന്താണ് പോലീസും പട്ടണവും ഒക്കെ? മിണ്ടാതിരിക്കടാ. നമുക്ക് പോകാം. കുഴപ്പമാ. മിണ്ടാതിരിക്കല്ലേ പറഞ്ഞത്? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി എന്തുണ്ടെങ്കിലും ഞങ്ങളെ അറിയിച്ചാൽ മതി. നമ്മളെ പറ്റി പറയുന്നെന്നാ തോന്നണേ. നമ്മളെ പറ്റിയൊന്നും ആയിരിക്കില്ല. നീ വാ. എന്റെ ദൈവമേ, ദേ നിൽക്കണവൻ എന്നെ കൊല്ലാൻ വന്നോൻ. ഇവൻ തന്നെയാണ് എന്നെ കൊല്ലാൻ നോക്കിയ. അവനുണ്ട് എന്നെ കൊല്ലാൻ നോക്കിയവൻ. സേതുവിനെ യുവന്മാരാ കൊന്നിരിക്കുന്നത്. വിടരുത്, ഒന്നിനെ വിടരുത്. ഇവിടെ വരൂ. വരാനാ പറഞ്ഞത്. തോമസ് കുട്ടി വിട്ടോടാ. പിടിക്കവരെ. അവരാരും വിടരുത്.
എന്നെ അറിയില്ല. പറഞ്ഞാൽ ചിലപ്പോ അറിയും. ഞാൻ ഹൊനായി, ജോൺ ഹൊനായി. ഹലോ, ഞാനാമേ മഹാദേവൻ. എടാ നീ എവിടുന്ന നീ ഇപ്പൊ വിളിക്കുന്നത്? എന്തൊക്കെ കുഴപ്പങ്ങളാടാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? അയ്യോ അമ്മേ, എനിക്കൊന്നും അറിയില്ല. ഇവിടെ മുഴുവൻ പോലീസുകാരാ. ആ പെണ്ണിനെയും മുത്തശ്ശനെയും മുത്തശ്ശിയും ഒന്നും കാണാനില്ലെന്ന്. അവര് നിങ്ങളെ പിടിച്ചോണ്ട് പോയിരിക്കുന്നെന്ന്. ഹലോ ഹലോ ഹലോ, എന്താടാ? മാധവ, എന്താടാ? അമ്മ എന്താ പറഞ്ഞത്? എന്താ കാര്യമെന്ന് പറ. അവളെയും അവളുടെ മുത്തശ്ശനെയും മുത്തശ്ശിയും ഒന്നും കാണാനില്ലെന്ന്. അവൻ തന്നെ ആയിരിക്കും അതും. പക്ഷെ അതും ഇപ്പൊ നമ്മുടെ തലയിലാ. എന്റെ ദൈവമേ, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഈ നാട് വിടാവുന്ന. ഇല്ലെങ്കിൽ എല്ലാരും കൂടെ നമ്മളെ കൊല്ലോടാ. കൊല്ലട്ടെ, ആരെ കൊന്നാലും ശരി, ആര് ചത്താലും ശരി, ഇനി അങ്ങോട്ട് പേടിച്ചോളാൻ ഞാനില്ല. എടാ, നമ്മളും അവളെ അവര് കൊന്നു കളയൂടാ. അതിനു മുമ്പ് നമ്മളിനി എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? നമ്മൾ ആദ്യം അത് കണ്ടുപിടിക്കണം. ആ പെട്ടി. അമ്മച്ചി, അമ്മച്ചി ഞങ്ങളോട് ക്ഷമിക്കണം. അന്ന് ഞങ്ങൾ പറഞ്ഞതൊക്കെ നുണയാണ്. ഞങ്ങൾ സേതുവിന്റെ കൂട്ടുകാരല്ല. സേതുവിനെ ഞങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ല. മായയെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ കള്ളങ്ങളാണെല്ലാം. പക്ഷേ ഇപ്പൊ ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. ഞങ്ങളുടെ മാത്രമല്ല അമ്മച്ചി, മായയുടെ ജീവൻ രക്ഷിക്കാൻ ഇനി അമ്മച്ചിക്ക് മാത്രമേ പറ്റൂ. എന്താ എന്താ ഉണ്ടായേ? മായയും മുത്തശ്ശനെയും മുത്തശ്ശിയും അവന്മാര് പിടിച്ചോണ്ടുപോയി. ആരാ 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 മായ പിടിച്ചോണ്ട് പോയത്? ഒരു ജോൺ ഹോനായി. അയാളുടെ പപ്പയെ കൊന്നിട്ട് സേതുവും ആൻഡ്രൂസും കൂടി ഒരു പെട്ടി ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ പെട്ടി തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവൻ മായയെ കൊന്നു കളയും. അമ്മച്ചിയെ ഏൽപ്പിക്കാതെ സേതു അത് എവിടെയോ മറച്ചു വെച്ചിരിക്കുക. അതിപ്പോ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ അമ്മച്ചി ഞങ്ങളെ സഹായിക്കണം. എനിക്ക് എന്റെ മോൻ ആൻഡ്രൂസ് ആരെ കൊന്നെന്നാ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങളല്ല, അയാളാ പറഞ്ഞത്. ആര് പറഞ്ഞതാണെങ്കിലും ശരി, എനിക്കതൊന്നും കേൾക്കണ്ട. എന്നോടൊന്നും പറയും വേണ്ട. അമ്മച്ചി, എന്നോടൊന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ പോ, എല്ലാരും ഇവിടുന്ന് പോകാൻ.